2025 ഏപ്രിലാണ് കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ നിയ ഫൈസൽ പേവിഷബാധയേൽക്കുന്നത്. ആ കുഞ്ഞിന് ചികിത്സയ്ക്കായി അടുത്തുള്ള പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അവിടെ വലിയ അനാസ്ഥ സംഭവിച്ചുവെന്നും ആന്റി റേബീസ് വാക്സിൻ എടുത്തതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും അമ്മ ആരോപിച്ചിരുന്നു. അതിനുശേഷം മെയ് മാസത്തിൽ ആ കുഞ്ഞ് ഈ ലോകം വിട്ടു പോവുകയാണ് ഉണ്ടായത്. വലിയ പോരാട്ടങ്ങൾക്കിടയിൽ 1 വർഷത്തിന് ശേഷമാണ് അന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാരുടെ പേര് വിവരങ്ങൾ പോലും അമ്മയായ ഹബീറയ്ക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നേഷൻ ഫസ്റ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് നിയ ഫൈസലിന്റെ അമ്മ ഹബീറയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. 1 വർഷത്തെ വലിയ പോരാട്ടത്തിന് ശേഷമാണ് ആ ഡോക്ടർമാരുടെ പേര് ലഭിക്കുന്നത്. അപ്പോൾ ഇനി തുടർന്നും നിയമ പോരാട്ടത്തിലേക്ക് തന്നെയാണ്. മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. കാരണം 1 വർഷത്തോളമായി പലയിടത്തും പോയി വാതിൽ മുട്ടി എല്ലാരോടും, അതായത് എല്ലാ രാഷ്ട്രീയക്കാരോടായാലും എല്ലാരോടും, സ്റ്റേഷനിലായാലും എല്ലായിടത്തും ഞാൻ ചെന്ന് ഇതുപോലെ പറഞ്ഞു, എനിക്ക് നഷ്ടപരിഹാരം ഒന്നും അല്ല വേണ്ടത്, എന്റെ കുഞ്ഞിന്റെ ജീവൻ കളഞ്ഞവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, ഇനി ആർക്കും ഇങ്ങനൊരു ഗതി വരരുത് എന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിനെല്ലാം അറുതി എന്നോണാണ് ഇപ്പൊ ഇങ്ങനൊരു വിധി വന്നത്. അതെ, അന്ന് നിയ ഫൈസലിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ രാത്രി കൃത്യമായിട്ടുള്ള ആന്റി റേബീസ് വാക്സിൻ എടുത്തിരുന്നില്ല എന്നതല്ലേ? ആണ്. ഇവിടെ നമ്മുടെ ഹെൽത്തിലാണ് ഞാൻ ഫസ്റ്റ് കൊണ്ട് ചെല്ലുന്നത്. ഒരു 12 മണി കഴിയാണ് പകല് പട്ടി കടിക്കുന്നത്. അങ്ങനെ ഹെൽത്തിൽ കൊണ്ട് ചെന്നു. അവര് വീണ്ടും അവിടെ നിന്ന് നന്നായിട്ട് കൈ കഴുകിയിട്ട് ആന്റി റാബീസ് വാക്സിൻ എടുത്തിട്ട് പറഞ്ഞു, ഇമ്മ്യൂണോഗ്ലോബിൻ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ, അവിടേക്ക് കൊണ്ടു ചെല്ലാൻ പറഞ്ഞത്. അപ്പം ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെന്നത്. പക്ഷെ നമ്മൾ പുറമേ നിന്ന് കാണുന്ന ആ ഒരു ഭംഗിയല്ലാതെ മൊത്തം പൊള്ളയാണെന്നുള്ളത് പിന്നീടാണ് തിരിച്ചറിയുന്നത്. കാരണം പ്രോപ്പറായിട്ട് ആ ഒരു പേഷ്യന്റിനെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് അവിടുത്തെ കാഷ്വാലിറ്റി ഇരിക്കുന്ന ഡോക്ടേഴ്സിന് അറിയത്തില്ല, അവര് ചെയ്യത്തുമില്ല. അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് ഞാൻ അവിടെ കൊണ്ടു ചെല്ലുമ്പോ അവര് ഒരു നിസ്സാരം ആണ് അന്ന് എന്നോടും എന്റെ കുഞ്ഞിനോടും പെരുമാറിയത്. പിന്നെ വാക്സിൻ എടുക്കാൻ അത്രത്തോളം താമസിപ്പിച്ചു. അതുകൂടാതെ എടുത്ത വാക്സിൻ ഞാൻ കണ്ടു നിൽക്കെ തന്നെയാണ് അത് ഫുള്ള് മരുന്ന് പുറത്തേക്ക് പോയത്. അത് ഞാൻ അപ്പൊ തന്നെ അവിടെ എടുത്ത് ചോദിക്കുകയും ചെയ്തതാ, ഡോക്ടറെ ഇതുപോലെ എന്റെ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് മരുന്ന് പോയല്ലോ. അപ്പൊ അവര് പറഞ്ഞു, അത് സാരമില്ല, അവർക്ക് ആവശ്യത്തിനുള്ള മരുന്ന് കുത്തിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരു കണ്ടു നിന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കത് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവരതിനെ ഒരു ഡോക്ടർ ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്ന് ഉള്ള ഒരു ഇതിലാണ് അവർ തിരിച്ചെനിക്ക് മറുപടി തന്നത്. ഇത് രണ്ടാമത് മറ്റൊരിടത്ത് പോയി സംശയത്തിന്റെ പേരിൽ എടുക്കാൻ പറ്റുന്ന ഒരു വാക്സിനും അല്ല. കാരണം ഒറ്റ ട്രിപ്പ് എടുക്കുമ്പോ അത് കറക്റ്റ് ഡോസിന് കറക്റ്റ് ടൈമിൽ അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് എത്ര മരുന്ന് ശരീരത്തിൽ ചെന്നെന്നോ അതിനനുസരിച്ച് പിന്നെ കുത്തിവെക്കുക, അങ്ങനെ ഒന്നും പറ്റാത്തൊരു കാര്യം. എടുക്കുമ്പോ കൃത്യമായിട്ട് എടുക്കണം. അത് മാത്രമല്ല, എന്റെ മോളെ ഫസ്റ്റ് നോക്കിയ ഡോക്ടർ അല്ല, എക്സാം ചെയ്ത ഡോക്ടർ അല്ല വാക്സിൻ എടുത്തത് പോലും. അപ്പൊ അത്രത്തോളം നിസ്സാരമായിരുന്നു അവർക്ക് എന്റെ കുഞ്ഞിന്റെ ജീവന്. ആ ഡോക്ടറിന് വന്ന് ഇഞ്ചക്ഷൻ എടുക്കാവുന്നതേ ഉള്ളായിരുന്നു, പക്ഷെ അവരത് ചെയ്തില്ല. ഡ്യൂട്ടി സമയം കഴിയാറായി എന്ന പേരിൽ തിടുക്കത്തിൽ ഇറങ്ങാൻ നിൽക്കുകയായിരുന്ന ഡോക്ടർമാരായിരുന്നു ഇതിന് പിന്നിൽ. ഇപ്പം എന്റെ ഒരു അറിവില് രാവിലെ 8 മണി മുതൽ ഇല്ലെങ്കിൽ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു ഡോക്ടറിന് ഒരു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ടായിരിക്കാം. ഇത് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് മാത്രം ഉച്ചയ്ക്ക് 1 മണി വരെ ഉള്ളൂ ഡ്യൂട്ടി. അത് പോട്ടെ, ശരി, അവർക്ക് 1 മണി വരെ ഉള്ളൂ ഡ്യൂട്ടി എങ്കിൽ തന്നെയും ഒരു സീരിയസ് ആയിട്ട് കൊണ്ടു ചെല്ലുന്ന ഒരു പേഷ്യന്റിനെ കാണുമ്പം ആ ജീവനാണോ വില, അത് അവരുടെ ഡ്യൂട്ടി ടൈം ആണോ വില? അപ്പൊ ഇവരിട്ട് നടക്കുന്ന ഈ കോട്ടിനും അവര് ചെയ്യുന്ന ഈ ജോലിക്കും എന്ത് വാല്യൂ ആ ഉള്ളത്? ഒരു കൂലി വേലക്കാരൻ പോലും രാവിലെ 8 മണിക്ക് പണിക്ക് ഇറങ്ങിയ വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്യും. അതാണ് ഒരു കൂലി വേലക്കാരൻ പോലും ചെയ്യുന്നത്. പക്ഷെ ഈ ഡോക്ടേഴ്സ് മാത്രം രാവിലെ വന്നിരിക്കുക, ഇത്ര പേഷ്യന്റ്, അത് നമുക്ക് തിരക്കി അറിയാൻ പറ്റും. ഞാൻ ഒരു ദിവസം 150 പേഷ്യന്റ് അല്ലെങ്കിൽ 100 പേഷ്യന്റിനെ ഞാൻ എടുക്കുകയുള്ളൂ. അതിൽ കഴിഞ്ഞ് മരിക്കാൻ കിടക്കുന്ന ഒരു പേഷ്യന്റ് വന്നാൽ പോലും ഞങ്ങൾ നോക്കില്ല എന്നാണ് ഇവര് പറയുന്ന ന്യായങ്ങൾ. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് അവര് പോകുന്നത് എവിടാ? അവര് ഇട്ടേക്കുന്ന ക്ലിനിക്കില് പോയി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് പോകുന്നത്.
ഇതൊന്നും അതെ നമ്മുടെ സർക്കാരാണ് നിയന്ത്രിക്കേണ്ടത്. പക്ഷെ അവരെ മൂക്കിന്റെ താഴെ ഇതെല്ലാം ഇരുന്ന് പ്രവർത്തിച്ചിട്ടും ഇവരൊന്നും ഒരു തീരുമാനം എടുക്കുന്നില്ല. നഷ്ടങ്ങള് ജനങ്ങൾക്ക് മാത്രമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് കരം മേടിച്ച് ഇല്ല പല കാര്യത്തിനും ടാക്സ് മേടിച്ച് ഇവർക്ക് ശമ്പളം കൊടുത്തിട്ട് നമ്മൾ തന്നെ അനുഭവിക്കണം. ഇപ്പം എന്റെ നഷ്ടം അത് എനിക്ക് എല്ലാരും മുന്നിലും ഈ കേസ് വിജയിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം സർക്കാർ ഡോക്ടേഴ്സിനെതിരാണ് ഞാനിപ്പം നിയമ പോരാട്ടം നടത്തി. അപ്പൊ സർക്കാർ അവരെ സംരക്ഷിക്കും എന്നാണ് എനിക്ക് ഉറപ്പ്. അതെ, ഇത്രയും നാള് ഒരു വർഷത്തോളം ഈ പേര് വിവരം കിട്ടാൻ പോലും ഒരു വർഷത്തോളം കാലതാമസം എടുത്തപ്പോൾ അതിൽ സർക്കാരിന്റെ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയല്ലേ? ആണ് തീർച്ചയായും ഉണ്ടാക്കുക. അല്ലാതെ ഒരു മെഡിക്കൽ സൂപ്രണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിനെ സേഫ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവരെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ അവര് തെറ്റെന്ന് തന്നെ അംഗീകരിക്കായിരുന്നു. പക്ഷെ അവര് തെറ്റുള്ളത് കൊണ്ട് അത് മൂടി വെക്കാനാണ് ശ്രമിച്ചത്. എനിക്കിപ്പോ ഈ ലോകത്തിന്റെ മുന്നിൽ എന്റെ കുഞ്ഞിന്റെ മരണം എല്ലാരും അറിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാരും മുന്നിൽ ഇവര് തെറ്റുകാരാണ് എന്ന് എനിക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതെ, അതിനുശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇവിടെ ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ടാണ് അവിടെയും ഇഞ്ചക്ഷൻ എടുക്കാതിരുന്നത്. അവിടെയും വലിയ അപാകത സംഭവിച്ചിരുന്നു. ഇല്ലില്ല, കാരണം ഞാൻ ഇവരുടെ അടുത്ത് എടുത്ത് ചോദിച്ചായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ ഈ കുഞ്ഞിന് ഇവർക്ക് മുറിവിനെ പറ്റി ഒന്നും നോക്കാൻ പറ്റില്ല, ഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇവര് പറഞ്ഞത്. അപ്പം ഞാൻ എടുത്ത് ചോദിച്ചതാണ്. ഹലോ ഞാൻ അവരോട് എടുത്തു ചോദിച്ചു, ഞാൻ ഇപ്പൊ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, വാക്സിൻ എടുത്തിട്ടുണ്ടല്ലോ, നാളെ കൊണ്ടുപോയാലും മതി എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് ഞാൻ മെഡിസിറ്റിയില് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മെഡിസിറ്റിയിൽ തന്നെ, കാരണം എനിക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ അവിടെ എന്താവും എന്നുള്ള വിശ്വാസം ഇല്ലായിരുന്നു. മെഡിസിറ്റി കൊണ്ടു ചെന്നപ്പോ ആ ഡോക്ടർ ഫസ്റ്റ് എന്നോട് ചോദിച്ചത് പ്രോപ്പർ ആയിട്ട് ഇമ്മ്യൂണോഗ്ലോബിൻ എടുത്തു, നിങ്ങൾ അത് കണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു. അപ്പോഴും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞില്ല, ഡോക്ടർ പറഞ്ഞു വാക്സിൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് ആ ഡോക്ടർ തന്നെയാണ് ആ മുറിവ് ക്ലീൻ. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞത്, അപ്പൊ ഈ മുറിവ് മരണകാരണമല്ല, പേടിക്കാനില്ല, ഇനി ഈ മുറിവ് പഴുക്കാതെ നമ്മൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞത്. അതെ, അപ്പോൾ ഇനി മുന്നോട്ടുള്ള പോരാട്ടം എങ്ങനെയാണ്? മുന്നോട്ടുള്ള പോരാട്ടം ഇതിപ്പം കോടതിയിൽ എത്തിയില്ലേ, ഇനിയിപ്പൊ കേസ് അന്വേഷിക്കട്ടെ എല്ലാം. അതായത് എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടായിരിക്കും, എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രമൊന്നല്ല, ഈ നാട്ടിലെ ഓരോ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും മുന്നോട്ടുള്ള പോരാട്ടം. അതെ, അപ്പോൾ ഇത് തന്നെയായാലും ഒരു സിസ്റ്റത്തിന്റെ പരാജയം കാരണം നമുക്ക് നഷ്ടമായതൊരു കുഞ്ഞിനെ ആയിരുന്നു. അപ്പോൾ ഒരു അമ്മയുടെ നിയമ പോരാട്ടമാണ് നമ്മൾ കാണുന്നത്. ഇനിയും നമ്മുടെ കുഞ്ഞ് നിയ ഫൈസലിന് നീതി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സത്യം എത്ര മൂടി വെച്ചാലും നമുക്കതൊക്കെ ഒരിക്കൽ പുറത്തു വരും. അത് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞതില് അതൊരു സമാധാനം എന്ന് മാത്രം പറയാം. അതില് എന്താ പറയണ്ടേന്ന് പോലും എനിക്ക് അറിയില്ല. അത്രത്തോളം വേദനയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ.